പി എസ് എൻ സാറേ നമസ്കാരം. 1964 ഏപ്രിൽ 11-നായിരുന്നു ഇന്ത്യയുടെ ഗതി തന്നെ തിരിച്ചുവിട്ട ഒരു ദിനം. അന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ തന്നെ പുരോഗമന ആശയക്കാരനൊക്കെ വേദനിച്ചൊരു ദിനമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നിട്ട് 60 വർഷം തികയാണ്. തിരിഞ്ഞു നോക്കുമ്പോ മാഷിന് എന്ത് തോന്നുന്നു? അല്ലെ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്ന ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന പിളർപ്പ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ പിളർപ്പായിട്ട് മാറിത്തീരുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 1952 പ്രധാന പ്രതിപക്ഷമായിട്ട് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 സീറ്റാണെന്ന് അവർക്ക് ലോക്സഭയിലുണ്ടായത്. ഒരു പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള അംഗസംഖ്യ അല്ല 16 എങ്കിലും അന്ന് നെഹ്റു പ്രതിപക്ഷ നേതാവായിട്ട് സഖാവ് AK ഗോപാലിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ ശക്തമായിട്ട് കോൺഗ്രസിന്റെ ഒരു ബദൽ എന്ന നിലക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി, തൊഴിലാളി വർഗത്തിനും അതേപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ വളരെ പാർശ്വവൽകൃതരായിട്ടുള്ള ജനസമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് വളർന്നു വന്നിരുന്ന പാർട്ടി പെട്ടെന്ന് പിളർപ്പിലേക്ക് പോവുകയും അത് 2 പാർട്ടിയായി മാറുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPIയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന നിലക്ക് മറ്റൊരു പാർട്ടി രൂപപ്പെട്ട ഘട്ടമാണത്. അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കുതിപ്പ് നശിപ്പിക്കുകയും അത് കിതപ്പിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയിട്ട് പിളർന്നു. അപ്പോ അവർ ഇന്ന് വരെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് മാഷ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ജനകീയപരമായിട്ടുള്ള ഇഷ്യൂകളെ അഡ്രസ് ചെയ്യാൻ ഈ 2 പാർട്ടിക്കും സാധിച്ചോ? അവർ പരാജയമല്ലേ ഒരർത്ഥത്തിൽ? ഇന്ത്യയിൽ വിപ്ലവം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും അറിയില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അതിന് പല കാരണങ്ങൾ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ കാഴ്ചപ്പാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൽക്കത്ത തെസിസ് എന്ന് പറയുന്ന ഒരു തെസിസ് മുന്നോട്ട് വെക്കേണ്ടായി. BTRന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. BTR എന്ന് വെച്ചാൽ BT രണദേവ് എന്ന് പറയുന്ന നേതാവിന്റെ കാഴ്ചപ്പാടിൽ ആയിരുന്നു കൽക്കത്ത തെസിസ് വരുന്നത്. അത് ലോക കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലും വിപ്ലവം നടത്താം എന്ന കണക്കൂട്ടലുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നും, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമാകുകയുള്ളൂ എന്നും, അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആംഡ് സ്ട്രഗിൾ, സായുധ കലാപം നടത്തുക എന്നുള്ളതായിരുന്നു കൽക്കത്ത തെസിസ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രോസസ്സിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയുടെ ഫലമായിട്ടാണ് തെലങ്കാന സമരം ഉണ്ടാകുന്നത്. തെലങ്കാന മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിരന്തരമായിട്ടുള്ള സായുധ സമരങ്ങളുടെ വലിയ പോരാട്ടങ്ങൾ നടക്കേണ്ടായി. ഇത് ശരിയല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് 2 തരത്തിലുള്ള അഭിപ്രായഗതികൾ രൂപപ്പെട്ടു വരികയും, ഒന്ന്, നിലനിൽക്കുന്ന കോൺഗ്രസുമായിട്ട് ആഭിമുഖ്യം പുലർത്തുകയും സഹകരിക്കുകയും ചെയ്യുക എന്ന നിലയ്ക്ക് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നു വരികയും, മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കൂടുതൽ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞതിന് സായുധ കലാപത്തിന്റെ പാർട്ടി ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യും. ഈ തീരുമാനമാണ് യഥാർത്ഥത്തിൽ പിളർപ്പിലേക്ക് പോവുകയും ഒരു ഭാഗം, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPI കോൺഗ്രസിനോട് സഹകരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. 2 രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ചൈനയായിട്ടുള്ള ബന്ധവും മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുമായിട്ട്. സോവിയറ്റ് റഷ്യയോട് ഒപ്പം ചേർന്ന് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗമാണ് CPI രൂപപ്പെടുകയും, അതേപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് CPM ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരികയും ചെയ്തത്. പക്ഷെ നമുക്കറിയാം, പിന്നീട് കുറെ കഴിയുന്ന സമയത്ത് CPM-നകത്ത് പിളർപ്പുണ്ടായി നക്സൽ വാരി മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ നക്സൽ വാരി മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് ബംഗാളിലാണ് നക്സൽ വാരി മൂവ്മെന്റ് വരുന്നത്. നക്സൽ വാരി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നതിന് അധികാരം തോക്കിൻ കുഴലിലൂടെ എന്നതായിരുന്നു. ഇങ്ങനെ നിരന്തരമായി നടത്തപ്പെട്ട പല സമരങ്ങളും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് അത് തുടർന്നു പോകാനോ
പിന്നീട് വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സർഗാത്മകമായിട്ട് പുതുക്കി പണിയാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയാത്ത പോയതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോ എത്തി നിൽക്കുന്ന ഈ വളരെ ദുരന്തപൂരിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അവസ്ഥയ്ക്ക് കാരണമായി മാറിയതെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ പിളർപ്പ് ഒരു അനാവശ്യകരമായ കാര്യമാണെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? അല്ല, ആ പിളർപ്പൊക്കെ അനാവശ്യമായിരുന്നു. ആ പിളർപ്പ് കൊണ്ട് സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നതിന് ഒരിക്കലും അത് സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പിളർപ്പല്ല, അത് കഴിഞ്ഞ് പല പിളർപ്പുകളും അതിനകത്തുണ്ടായി. നക്സൽ ബാരി മൂവ്മെന്റ് ഉണ്ടായി, അത് പിളർന്നു. അങ്ങനെ ഒരുപാട് പിളർപ്പുകൾ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ഇടക്കിടക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം രൂക്ഷമായി. ചില പിളർപ്പുകൾ CPM തന്നെ കേരളത്തിൽ പല ഘട്ടങ്ങളിലും ഇങ്ങനെ പിളർന്ന് കഷ്ണങ്ങളായി പോയിട്ടുണ്ടെന്നുള്ളതാണ്. സഖാവ് ഗൗരിയമ്മയുടെ ഒരു ഭാഗം, കുറെ കഴിഞ്ഞ സമയത്ത് MP രാഘവന്റെ ഒരു പാർട്ടി, കുറെ കഴിഞ്ഞ് CITUവിന്റെ ഒരു പാർട്ടി, അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് പല ഘട്ടങ്ങളിലുണ്ടായ പിളർപ്പുകൾ എന്ന് പറയുന്നത് ഇതിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യും. ഓരോ പിളർപ്പും കഴിയുന്ന സമയത്ത് പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും തന്നെ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാർട്ടിയുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, അത് വല്ലാതെ ശോഷിച്ചു പോയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ ഹ്യൂമൻ റിസോഴ്സസിന് പകരമായിട്ട് പുതിയ ഹ്യൂമൻ റിസോഴ്സ് കണ്ടെത്തുന്നത് പാർട്ടി വിജയിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഭൗതികമായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വളരെ താഴെ എത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി തീർന്നിട്ടുള്ളത്. ഇപ്പം താങ്കൾ പറഞ്ഞത് ഈ പിളർപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടവും മുന്നേറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുമായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ലയനം സാധ്യമാണോ ഭാവിയിൽ എപ്പോഴെങ്കിലും? ഇതൊരൊറ്റ പാർട്ടിയായി വരുന്നൊരു ലയനമൊന്നും സാധ്യമല്ല. കാരണം എന്ന് വെച്ചാല് പിളർപ്പുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ മുന്നിൽ വെക്കുന്ന കാരണം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരവും ആശയപരമായിട്ടുള്ള കാരണങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിളർപ്പുണ്ടാവുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം 1964 രണ്ടാക്കപ്പെടുന്ന സമയത്ത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പിളർപ്പ് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ച എന്താണ്? രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളർന്നു വന്നു. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താണ്, അതിന്റെ സ്വത്ത്, അതിന്റെ ആസ്തികൾ വല്ലാത്ത തരത്തിൽ വലുതായി. അങ്ങനെ ഇനി ഒരു ലയനം എന്ന് പറഞ്ഞാൽ അസാധ്യമാകാവുന്ന രീതിയിലുള്ള ഭൗതികമായ സാഹചര്യത്തിലേക്ക് അത് എത്തപ്പെട്ടു. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഇപ്പോ എന്തെങ്കിലും വിഭിന്നതയുണ്ട് എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഓരോരോ പാർട്ടികൾ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയെ ചുറ്റിപ്പറ്റി നിലവിലുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളും അതിന്റെ ആസ്തികളും അതിന്റെ സമ്പത്തുമെല്ലാം അതെല്ലാം ലയിപ്പിച്ച് ചേർക്കുക എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായി. അതുകൊണ്ട് അപ്രായോഗികമായിട്ടുള്ള ആ കൺസെപ്റ്റ് ലയനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയനം എന്ന് പറയുന്നത് അസാധ്യമാണ്. അവർക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ലയനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. പല പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ലയനത്തെക്കുറിച്ച് ഇപ്പോഴും മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും അത് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിന്റെ കാരണം അതിന്റെ ഭൗതിക സാഹചര്യങ്ങളാണ് അതിന്റെ അപ്രായോഗികത നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ലയനം എന്ന് പറയുന്നത് അസാധ്യമായിട്ട് തന്നെ കണക്കാക്കലുണ്ട്. ഇന്നിപ്പം ഇന്നത്തെ ഈ ഭാരതത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ടാകും. കാരണം BJP പിന്തുടരുന്ന നയസമീപനം എന്ന് പറയുന്നത് വളരെ കോർപ്പറേറ്റ് ആധിപത്യമുള്ളതായിട്ടുള്ള ഒരു നയസമീപനമാണ്. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന, കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമീപനവും കാഴ്ചപ്പാടുമാണ് BJP മുന്നോട്ട് വെച്ച് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വിപണി പരിശോധിക്കുന്ന സമയത്ത് വിപണിയാണ് അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറിത്തരിക. മാർക്കറ്റ് എക്കണോമി എന്ന് നമുക്കതിനെ വളരെ ലളിതമായിട്ട് പറയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ നിർണ്ണയിക്കാൻ പോകുന്നത് വിപണിയായിരിക്കും. എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയുടെ ചലനാത്മകത നിശ്ചയിക്കുന്നതിൽ എപ്പോഴും വളരെ പ്രാധാന്യത്തോടെ കടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ഒരു ആവശ്യകത, ഒരു ഡിമാൻഡ് എന്താണ്, ആ ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബന്ധങ്ങളും നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അതിന് മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനങ്ങൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വിപണിയെ മാത്രമാണ് കേന്ദ്രീകൃതമായി.
വിപണിയിൽ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്ന ഡിമാൻഡും സപ്ലൈ ആയിത്തീരും. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾക്ക് മാത്രം നിലനിൽക്കാനായിട്ട് കഴിയും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിലനിൽക്കാൻ പറ്റാത്തതായി മാറിത്തീരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സമൂഹത്തിലെ പാർശ്വവൽകൃതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾ, കൂടുതൽ കൂടുതൽ പരിഗണന നൽകേണ്ടതായിട്ടുള്ള വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾക്കൊന്നും തന്നെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കാത്തൊരു സമൂഹത്തിലേക്കായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. കോർപ്പറേറ്റ് സംവിധാനം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനൊന്ന് ചോദിച്ചത്, ഇന്നത്തെ ഭാരതത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഈ ഭാരതത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നാക്കാവസ്ഥയിലുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനുള്ള നയരൂപീകരണങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ദളിതരടക്കം മുന്നോക്ക രീതിയിലേക്ക് ഉയർന്നു വരുന്നു. നമ്മളെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും ഒരു ആദിവാസി സമുദായത്തിൽ നിന്നുള്ള ഒരാളായി വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള വളർച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ? അതാണ് ആ ചോദ്യം വളരെ ശക്തമായിട്ട് ഉയരുകയാണ്. കാരണം ഉണ്ടായിരുന്ന അധികാരം പോലും നഷ്ടപ്പെട്ട് ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു തുരുത്തിലേക്ക് മാത്രമാണ് അവരുള്ളത്. അവിടെ നിന്നും കൂടി ഇനി ഇല്ലാതിരിക്കുമോ എന്നുള്ള ആശങ്കയാണ് പലരും ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യത്തിലുള്ള, എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ജനങ്ങളുടെ ഇടയ്ക്ക് വലിയ വലിയ തരത്തിൽ സാമ്പത്തിക വിഭജനങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായി ദരിദ്രരാക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും, മോദി ഭരണത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മയിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക കടം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള രീതിയിൽ ഉയർന്നിട്ടുണ്ട്. 65 കൊല്ലക്കാലത്തെ കോൺഗ്രസിന്റെയും മറ്റും ഉള്ള ചില കക്ഷികളുടെയും ഒക്കെ ഭരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പൊതുകടം എന്ന് പറയുന്നത് ഏതാണ്ട് 55 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ മോദി ഭരിച്ച 10 വർഷം കൊണ്ട് ആ കടം എന്ന് പറയുന്നത് 1,55,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരാളുടെ ആളോഹരി കടം എന്ന് പറയുന്നത് 40,000 രൂപയിൽ നിന്ന് ഏതാണ്ട് 1,10,000 മുകളിലേക്ക് വർദ്ധിച്ചു എന്ന് പറയും. ഇത് രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തികമായ വൻകെടുതികളിലേക്കുള്ള സഞ്ചാരമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആരാണ് ഇവിടെ വലിയ തരത്തിൽ വളർന്നത് എന്ന് ചോദിച്ച് ഇന്ത്യയിൽ സമ്പന്നരായിട്ടുള്ള ആളുകള്, കോർപ്പറേറ്റുകൾ. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തെ പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശക്തികളിൽ ആളുകളെ എണ്ണുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പല പ്രമുഖരെയും നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നു. അവരെങ്ങനെ അങ്ങനെ സമ്പന്നരായി തീർന്നു? എങ്ങനെയാണ് ഒരാൾക്ക് വലിയ തരത്തിൽ ഒരു രാജ്യത്തെ തന്നെ വാങ്ങാൻ പറ്റുന്ന തരത്തിൽ സമ്പത്തുണ്ടാവുന്നത്? അദാനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പോർട്ടുകളും അതേപോലെ തന്നെ വിമാനത്താവളങ്ങളും വരെ അദാനിയുടെ സ്വന്തമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെങ്ങനെയാണ് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ സമ്പന്നനായി തീരുക? പലരും പരമദരിദ്രനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും പലരും അത്ഭുതകരമായിട്ടുള്ള ഇത്തരത്തിൽ വലിയ സമ്പന്നരായി മാറിത്തീരുകയും ചെയ്യുന്ന സമയത്ത് സമ്പത്തിന്റെ വിതരണം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള രീതിയിൽ ജനവിരുദ്ധമായി മാറുമ്പോഴാണ് വളരെ കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് സമ്പത്ത് കുന്നുകൂടുന്നത്. ആ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെ കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മോദി സർക്കാരിന്റെ കാലത്താണ് അത് ഏറ്റവും കൂടുതൽ കൂടി എന്നുള്ളത് കൊണ്ടാണ് അതിനെതിരെ ഉള്ള നീക്കം, അതിനുള്ള ഒരു നീക്കം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും അതിന്. അമേരിക്കയിൽ പോലും ഈ 1% വരുന്നതായിട്ടുള്ള പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകളുടെ പോരാട്ടമാണ് വാൾസ്ട്രീറ്റ് സ്ട്രൈക്ക് പോലെയുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചത്. അധികകാലമായില്ല അതെല്ലാം കഴിഞ്ഞത്. അതൊക്കെ സ്വാഭാവികമായിട്ട് കൂടിയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ ദാരിദ്ര്യമില്ല. ആരാ പറഞ്ഞു? അമേരിക്കയിൽ വലിയ രീതിയിൽ ദാരിദ്ര്യം കുറവാണ്. ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. അതെ, നമ്മളുടെ ഇവിടെ പരമദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ, ഇപ്പോഴും ദാരിദ്ര്യക്ക് താഴെ കഴിയുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വളരെ പിറകിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. 2021 മനുഷ്യ സൂചിക പരിശോധിക്കുന്ന സമയത്ത് ഇതെല്ലാം വളരെ വ്യക്തമാണ്. ഇന്ത്യ വളരെ പിറകിലാണ് ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം. ഞാൻ ഒറ്റ കാര്യം കൂടി അവസാനമായിട്ട് ചോദിക്കാം. ബംഗാളിൽ നിന്നും ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് CPM-ന് പടിയിറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലെ, ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ പടിയിറങ്ങിയത് അവരുടെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണ്ടാഭരണം സംഭാവന ചെയ്യാനല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പറഞ്ഞിട്ടുള്ളത്. ബംഗാളിൽ അതാണ് സംഭവിച്ചത്, ത്രിപുരയിലും അതാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭരണം എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ്.
ജനങ്ങൾ അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭരണമല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങളുടെ ഇടയ്ക്ക് സ്വീകാര്യത ഉണ്ടാകും. അല്ലെങ്കിൽ അവർ ആട്ടിപ്പുറത്താക്കും. അതിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിന്റെ സൂചനയും അതിന്റെ ഉദാഹരണവുമാണ് ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ടത്. ഇനി വേണമെങ്കിൽ കേരളത്തിലും അത് സംഭവിക്കാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് വേണ്ടാത്തതാണ് എന്ന് വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വളരെയധികം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.